നീണ്ട കാലത്തെ എയർഫോഴ്സ് ജീവിതം അത് കഴിഞ്ഞിട്ട് ഒരു IT ഫീൽഡിലേക്കുള്ള ഒരു മാറ്റം. ഇപ്പൊ എനിക്ക് മുന്നിൽ ഇരിക്കുന്നത് ഒരു ജ്യോതിഷ പണ്ഡിതനായിട്ടാണ്. അതിന് കാരണക്കാരൻ സിനിമാ ഡയറക്ടർ ജോഷിയാണ്. വിശ്വാസത്തിനും അറിവിനും ഇടയ്ക്ക് ഒരു സമയമുണ്ട്. അഭ്യൂഹം എന്നാണ് അതിന് പറയുന്നത്. ഇത് എല്ലാ സബ്ജക്റ്റിലുമുണ്ട്. ആസ്ഥാന വിദ്വാൻ അല്ലെങ്കിൽ ജ്യോതിഷ കേസരി എന്ന് തുടങ്ങിയ ഒരുപാട് പദവികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട് ചേട്ടൻ. ABCD പിന്നീട് പഠിക്കാം, ആദ്യം PhD സർട്ടിഫിക്കറ്റ് തരൂ എന്നാണ് അപ്രോച്ച്. അതായത് അതർ വേ അറൗണ്ട്. ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്മയാണ്. ഗ്രഹങ്ങൾ നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ അതാണ് കോൺസെപ്റ്റ്. സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ജ്യോതിഷിയെ സമീപിക്കുന്നു. 5000-8000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൂഗിളില്ല, ഒന്നുമില്ല, പഞ്ചാംഗം എല്ലാം നമ്മൾ എന്തിനെയാണ് ആശ്രയിച്ചിരുന്നത്? MBBS ഒരു മിനിറ്റിൽ പഠിക്കാൻ പറ്റില്ല എന്നറിയാം. എഞ്ചിനീയറിംഗ് 4 കൊല്ലം പഠിക്കണം എന്നറിയാം. MBA 2 കൊല്ലം പഠിക്കണം എന്നറിയാം. പക്ഷെ നമ്മുടെ ഈ ശാസ്ത്രത്തിൽ പോകുമ്പോൾ ഡയറക്റ്റായിട്ട് ഒരൊറ്റ ചോദ്യമാണ്, എനിക്കൊന്ന് കൃഷ്ണനെ കാണിച്ചു തരാമോ? നമസ്തേ. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് വൈദിക ജ്യോതിഷ പണ്ഡിതനായ ഗോപാലകൃഷ്ണ ശർമ്മയാണ്. നമസ്തേ. നമസ്കാരം. ഒരു നീണ്ട കാലത്തെ എയർഫോഴ്സ് ജീവിതം അത് കഴിഞ്ഞിട്ട് ഒരു IT ഫീൽഡിലേക്കുള്ള ഒരു മാറ്റം. ഇപ്പൊ എനിക്ക് മുന്നിൽ ഇരിക്കുന്നത് ഒരു ജ്യോതിഷ പണ്ഡിതനായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു 3 മേഖലകളിലൂടെയാണ് ലൈഫിൽ കടന്നു വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? തീർച്ചയായും ഇതൊരു കാലക്രമേണ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽക്കേ ഈ വായനാശീലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പം ഈ ജ്യോതിഷം ഇങ്ങനെ ജ്യോതിഷികം മാസിക പഠിക്കാനൊന്നുമില്ല, മാസികകളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്, മേ ബി ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ ഡെവലപ്പ് ചെയ്തു. എയർഫോഴ്സിൽ ജോലി ചെയ്യാനിടയായി. അങ്ങനെ അവിടെ ഒരു 12 കൊല്ലം. താല്പര്യം കൊണ്ട് പോയതാണോ എയർഫോഴ്സിലേക്ക്? നല്ലൊരു ചോദ്യമാണ്. അറിയത്തില്ല. സത്യം പറഞ്ഞാൽ അതിന് കാരണക്കാരൻ സിനിമാ ഡയറക്ടർ ജോഷിയാണ്. സൈന്യം എന്ന സിനിമ എടുത്തു. അപ്പം അന്നത്തെ പ്രായം അങ്ങനെയാണ്. അപ്പം അന്നത്തെ പ്രായം അത് കണ്ട് ഒരു ഇൻസ്പിറേഷൻ ആകുന്നു. അങ്ങനെ അവിടെ പോയപ്പം എല്ലാം നേരെ തലതിരിച്ചാണല്ലോ. നമുക്കറിയില്ലല്ലോ, റിയാലിറ്റി വേറെയാണ്, സിനിമ വേറെയാണ്. അങ്ങനെ ഞാൻ ജോഷി സാറെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ നന്ദിയുണ്ടെന്ന് പറയാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അതിലേക്ക് കയറുന്നു. ഒരു 12 കൊല്ലം എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുക എന്നുള്ള ലക്ഷ്യം കയറിയ അന്ന് തന്നെ ഉണ്ട്. ബിക്കോസ് വേരിയഡ് ഇൻട്രസ്റ്റ് ആണല്ലോ ഉള്ളത്, തുറന്ന് പറയണം. പക്ഷെ സേവനം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യസ്നേഹം ഉണ്ടാകും. അത് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. അങ്ങനെ അതിനുശേഷം ഒരു 8 കൊല്ലം IT ടെക്നോ പാർക്കിൽ ജോലി ചെയ്തു. ഈ കാലയളവിൽ തന്നെ ജ്യോതിഷം വായനയും പിന്നെ ഗുരുക്കന്മാരുടെ അടുത്ത് ചേരുന്നു, പഠിക്കുന്നു. അങ്ങനെ അത് കൊണ്ട് നടക്കുകയാണ്. പാർട്ട് ടൈം ആയിട്ട് ജ്യോതിഷം തന്നെയാണ്. ശനി ഞായറൊക്കെ ഒഴിവുള്ളപ്പോഴെല്ലാം അത് പ്രാക്ടീസ് ചെയ്യുന്നു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പൂർണ്ണമായിട്ടും ജ്യോതിഷം എന്ന മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസമെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടുതലും വിദേശയാത്രകളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ ജ്യോതിഷത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറം രാജ്യങ്ങളിൽ ജ്യോതിഷത്തെ സ്വീകരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഈ ജ്യോതിഷം ഇന്ന് നമ്മൾ കാണുമ്പോൾ, ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻ, അതായത് ഒരു ഫോർച്യൂൺ ടെല്ലിംഗ് എന്നുള്ള ഒരു ആംഗിളിലാണ് നമ്മൾ അതിനെ വീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ജ്യോതിഷം ഇല്ലെങ്കിൽ പുറം രാജ്യത്തിലുള്ള ആൾക്കാർ ഓപ്പൺ മൈൻഡായിട്ട് ഒരു കൺക്ലൂഷന് മുന്നേ, അതായത് ഒരു വിഷയം ഗ്രഹിക്കുന്നതിന് മുന്നേ അവർ കൺക്ലൂഡ് ചെയ്യില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, വ്യത്യാസമാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും എന്ന് പറയാൻ വരുമ്പോൾ തന്നെ പറയാൻ വരുന്നത് ആനയല്ലേ? എനിക്കറിയാം പറയണ്ട സാർ, ആനയല്ല ആമയാണ് പറയാവുന്നത്, എന്നാ പറഞ്ഞോളൂ. അപ്പൊ ആ ഒരു ആംഗിളിലാണ് ഇവിടുത്തെ ഒരു അപ്രോച്ച് എന്ന് തോന്നിയിട്ടുണ്ട്. കുറ്റം പറയല്ല, നമുക്ക് ആരെയും കുറ്റം പറയാനുള്ള അധികാരമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു അപ്രോച്ച്, ഓപ്പൺ മൈൻഡഡ് അപ്രോച്ച് പുറം രാജ്യങ്ങളിൽ കൂടുതലായതുകൊണ്ടാണ് ഇന്ന് ഒരു പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കും ലോകത്ത് യോഗ, ജ്യോതിഷം, ഒരു വേദിക് ലിവിങ് കോൺസെപ്റ്റ്, ഒരു ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊള്ളുവാനായിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു കിണറ്റിലെ തവളയെ പോലെ കണ്ണടച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ
പുറം രാജ്യത്തിൽ ഇല്ലെങ്കിൽ പല സ്ഥലത്തും പോകാതെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നാം ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. പുറം രാജ്യങ്ങളിൽ അക്സെപ്റ്റൻസ് കൂടാനുള്ള കാരണം ഓപ്പൺ മൈൻഡായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത ശേഷം അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമാണ്. കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് തള്ളുക. അത് ആരായാലും എവിടെയായാലും ഏത് സന്ദർഭത്തിലായാലും ഏത് വിഷയത്തിലായാലും ശരി അങ്ങനെ ആവണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം നമ്മുടെ സ്വഭാവത്തെയും നമ്മൾ ചെയ്യുന്ന ജോലിയെയും എല്ലാം നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോ ചേട്ടൻ ജീവിച്ചു വന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു അഗ്രഹാരം പോലെയുള്ള ഒരിടത്ത് തീർച്ചയായും ഒരു ബ്രാഹ്മണിക്കൽ രീതിയിലാണ് ജീവിച്ചു വന്നിരിക്കുന്നത്. അത് എത്രത്തോളം ഇതിലേക്ക് ആകർഷിച്ചിട്ടുണ്ടായിരിക്കും? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ചെറുപ്പം മുതൽക്കേ തന്നെ ആദ്യം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്മയാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ ഇത് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്നത് അമ്മയാണ്. ആദ്യത്തെ ഒരു അമ്മ തൻ്റെ എല്ലാ ഈഗോയും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അച്ഛനെ കാണിച്ചു പറയുകയാണ്. അച്ഛൻ്റെ അടുത്ത് റെസ്പെക്റ്റിനെ കാണിക്കണം, അതായത് തൻ്റെ ഭർത്താവിനോടുള്ള റെസ്പെക്റ്റ് കാണിച്ചു തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ പഠിത്തത്തിൻ്റെ തുടക്കം. നമ്മളിതൊന്നും അറിയുന്നില്ല. ഒന്നും അറിയാതെ ഭൂമിയിൽ ജനിക്കുമ്പോൾ അമ്മ തൻ്റെ ഈഗോ കോംപ്രമൈസ് ചെയ്ത് അച്ഛനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, തൻ്റെ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യാണ്. അത് കേട്ടുകൊണ്ട് കിടക്കുന്ന കുട്ടി, അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ റെസ്പെക്റ്റ്. അത് ഏത് സമുദായത്തായാലും ശരി. ഇന്ന് അത് പോയി 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 അവിടെ നിന്ന് ഇങ്ങി വാ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഒരുപക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് സ്ത്രീകളെ ദൈവം എന്ന് വിളിച്ചു. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീകൾക്ക് ധർമ്മശാസ്ത്ര രൂപേണ ധർമ്മം നിലനിൽക്കണമെങ്കിൽ സ്ത്രീ മൂലം ഹി ധർമ്മ, സ്ത്രീയെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ എന്ന് സ്ഥാപിതമായി. ഈ ഭാരതീയ ശാസ്ത്രങ്ങളിലെല്ലാം നോക്കിയാൽ തന്നെ അങ്ങനെയാണ്. അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ ചെറുപ്പം മുതൽക്ക് വളർന്ന് കാണുന്നതും കേൾക്കുന്നതും ഒരു പക്ഷേ നമ്മൾ സമൂഹത്തിലേക്ക് ഓരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ക്ഷേത്രാചാരം എന്നുള്ള ഒരു രീതിയും വേദപാരായണങ്ങൾ പഠിക്കുവാനും കേൾക്കുവാനും അങ്ങനെ ഒരു റൊട്ടീൻ ഡെവലപ്പ് ആകുകയാണ്. റൊട്ടീനാണല്ലോ, ശീലം സർവത്ര വൈധനം, ശീലമാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. അങ്ങനെ കുറേ കാലം കൊണ്ട് ശീലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചതിനെ വിശ്വസിച്ചതിനെ ഫാക്റ്റായിട്ട് അറിവായിട്ട് മാറുവാനുള്ള കാലത്തിലേക്ക് നാം നീങ്ങുകയാണ്. മേ ബി അതൊരു കാരണമായിരിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ ആസ്ഥാന വിദ്വാൻ അല്ലെങ്കിൽ ജ്യോതിഷ കേസരി എന്ന് തുടങ്ങിയ ഒരുപാട് പദവികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട് ചേട്ടൻ. അപ്പൊ എങ്ങനെയാണ് അതിലേക്കെല്ലാം എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ദീക്ഷകളൊക്കെ എടുക്കുന്നത്? അതിനെ കുറിച്ച് കൂടി. ഈ ജ്യോതിശാസ്ത്രം ആക്ച്വലി നമ്മൾ ഇന്ന് ഒരു ഭാഗമാണ്, എപ്പോഴും ഒരു കോയിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ കാണാപ്പുറങ്ങൾ എന്നുള്ള ഒരു വസ്തുതയുണ്ട്, അതുകൂടി പറയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ്ട്രോണമി, ആസ്ട്രോളജി രണ്ട് സബ്ജക്റ്റാണ് ആക്ച്വലി. പക്ഷെ ഇന്ന് നാം അതിനെ ആസ്ട്രോളജി എന്ന് വിളിച്ച് ആസ്ട്രോണമിയുടെ എന്താണ് ആസ്ട്രോണമി എന്നുള്ള ഒരു പ്യുവർ സയൻസ് അതിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി. കാരണം ആസ്ട്രോണമിയും ആസ്ട്രോളജിയും ചേർത്ത് നമ്മൾ വിളിച്ചു തുടങ്ങി. ആ ഒരു ആസ്ട്രോളജി എന്നുള്ള പദം കൊണ്ട് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷേ യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രം വദത്യത്ര കാലം വൈദിക കർമ്മണാം, വൈദിക കർമ്മങ്ങൾക്കായിക്കൊണ്ട്, യജ്ഞ സംസ്കാരങ്ങൾക്കായിക്കൊണ്ട്, അഗ്രികൾച്ചർ പർപ്പസിന് ഇന്ന സമയത്ത് വിത്ത് വിതയ്ക്കുക ഒരു ഉദാഹരണമാണ്. ഇന്ന സമയത്ത്. അപ്പം അന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് 5000-8000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൂഗിളില്ല, ഒന്നുമില്ല, പഞ്ചാംഗം എല്ലാം നമ്മൾ എന്തിനെയാണ് ആശ്രയിച്ചിരുന്നത്? കലണ്ടറില്ല, പ്രിന്റിംഗ് ടെക്നോളജി ഇല്ല. അപ്പം അന്ന് ചിന്തിക്കേണ്ടത് പഞ്ചാംഗത്തെ ആശ്രയിച്ച് തിഥിവാര നക്ഷത്ര കരണം യോഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാരം ഇന്ന് ഇന്ന ആഴ്ചയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ ആഴ്ചയിൽ ഇന്ന നക്ഷത്രമാണ്, അതിനെ ബേസ് ചെയ്ത് സമ്മർ ഇപ്പോൾ വരും, ഇല്ലെങ്കിൽ മഴക്കാലം ഇപ്പോൾ ഉണ്ടാകും, ഞാറ്റുവേല മുതലായ കുറേ കാര്യങ്ങൾ നമ്മൾ പഞ്ചാംഗ രൂപേണ, അതായത് സൂര്യനെയും ചന്ദ്രനെയും മാത്രം അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്നു. ഇന്നും അത് തന്നെയാണ്, അതിൽ മാറ്റമുണ്ടായിട്ടില്ല. കാലക്രമേണ ജ്യോതിഷത്തിൽ ഫലഭാഗം വന്നു. അതായത് നമ്മൾ തിയറി ഉണ്ടെങ്കിൽ ആ തിയറിയെ കൊണ്ട് ആപ്ലിക്കേഷൻ വേണമല്ലോ. ആ ആപ്ലിക്കേഷനാണ് ഇന്ന് നാം കാണുന്ന ഇല്ലെങ്കിൽ നാം വിളിക്കുന്ന ആസ്ട്രോളജി എന്ന് വിളിക്കുന്ന ഒരു വിഷയം. അപ്പോൾ ജ്യോതിശാസ്ത്രം വദത്യത്ര കാലം എന്ന് പറയും. തസ്മാദിതം കാലവിധാന ശാസ്ത്രം യോ ജ്യോതിഷം വേദസ വേദയജ്ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ കാലത്തെ പറഞ്ഞു തരുന്ന
ഒരു വിഷയം സബ്ജക്റ്റ് എടുക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ ചോദ്യം വരുന്നത്, ഗ്രഹങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന ഒരു വലിയൊരു സംശയമാണ് ജനങ്ങളുടെ ഇടയ്ക്കുള്ളത്. ഇവിടെ പറയുന്നത് ഇതിനെ രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ആസ്ട്രോണമി എന്നുള്ളത് പ്യുവർ അനലിറ്റിക്കൽ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, ആസ്ട്രോളജി എന്നുള്ളത് ഹോളിസ്റ്റിക്കൽ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ഹോളിസ്റ്റിക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് തന്നെയാണ് വേണ്ടത്, തീർച്ചയായിട്ടും അതെ. നമ്മളിപ്പോൾ ഓക്സിജൻ എന്ന് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും മുമ്പും മനുഷ്യൻ ശ്വസിച്ചുകൊണ്ടിരുന്നു, ഇന്നും ശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സയൻസ് ആവശ്യമാണ്, അനലിറ്റിക്കൽ ആവശ്യമാണ്, പലതിനും ഉപയോഗപ്പെടും എന്ന് കരുതി അതല്ല ജീവിതം. ഇപ്പോൾ ഞാൻ താങ്കളെ കാണുകയാണ്, താങ്കളുടെ ശരീരത്തിനുള്ളിൽ ബയോ കെമിക്കൽ പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ ഇല്ല, സൊസൈറ്റി ഇല്ല, സമൂഹമില്ല, ഒന്നുമില്ലാണ്ടായിപ്പോകും. അപ്പം അങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ അനലിറ്റിക്കൽ ബ്രാഞ്ച് ഓഫ് സയൻസായ ആസ്ട്രോണമി പ്ലസ് ഹോളിസ്റ്റിക് ബ്രാഞ്ചായ ആസ്ട്രോളജി, അനലിറ്റിക്കൽ ബ്രാഞ്ചിനെ തിങ്ക് ചെയ്യുമ്പോൾ അവിടെയാണ് ഈ മുഹൂർത്തം വരുന്നത്, കാലത്തെ പഠിക്കുന്നത്. അവിടെ ഗ്രഹങ്ങൾ ഭൂമിയിലുള്ളവരെ ഇല്ലെങ്കിൽ ഭൂമിയെ സ്വാധീനിക്കുന്നു. അതിനകത്ത് നാം ഉണ്ടല്ലോ, ഭൂമിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ ആ സ്വാധീനം കണക്കിലെടുക്കുന്നത് മുഹൂർത്ത ശാസ്ത്രത്തിലാണ്. നേരെ നമ്മൾ ഹോളിസ്റ്റിക്കൽ ബ്രാഞ്ച് ഓഫ് ആസ്ട്രോളജിയിൽ വന്നു കഴിഞ്ഞാൽ, സയൻസിൽ വന്നു കഴിഞ്ഞാൽ, ഇൻ്റർപ്രിട്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രഹങ്ങൾ നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ അതാണ് കോൺസെപ്റ്റ്. അവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ ഇതി വാ ശുഭം തസ്യ പങ്ക്തിം ഗ്രഹാഹ സർവേ സൂചയന്തി ജന്മനി. ഗ്രഹങ്ങൾ നാം ചെയ്ത കർമ്മത്തെ, കർമ്മഫലത്തെ കാണിച്ചു തരികയാണ്, സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എപ്രകാരമാണോ ഒരു തെർമോമീറ്റർ ശരീരത്തിലെ ഊഷ്മാവിനെ കാണിച്ചു തരുന്നത്, ശരീരത്തിലെ ഊഷ്മാവിൻ്റെ കാരണം തെർമോമീറ്റർ അല്ല, ഒരിക്കലുമല്ല. അത് നമുക്ക് ഏവർക്കും അറിയാം, അതിനെ കാണിച്ചു തരികയാണ്. അപ്പം നമ്മുടെ എക്സ്പോഷറാണ്, അവർ എക്സ്പോഷർ ടു എ സർട്ടൺ എൻവിറോൺമെന്റ് ആണ് ഈ പനിക്ക് കാരണം, ശരിയല്ലേ? അപ്പം അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നാം ചെയ്ത കർമ്മങ്ങളെ, കർമ്മഫലങ്ങളെ ഗ്രഹങ്ങൾ കാണിച്ചു തരുന്നു ജാതക രൂപേണ. ഇപ്പൊ പ്രാഗ്ജന്മാർജിത പുണ്യാഘ പ്രാബല്യോദ്രേക ഹേതുത പ്രാരബ്ധസഞ്ജ മനുഷ്യജാതോ ജാതക ചിന്തനം. മനുഷ്യജാതിയിൽ അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെ ചിന്തിക്കാനുള്ള ഉപാധിയാണ് ജാതകം. അപ്പോൾ പ്രാരബ്ധകർമ്മം അറിയണം എന്നുള്ളവർ മാത്രം ജാതകം നോക്കിയാൽ മതി. അറിയാത്തവർ അറിയണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യമില്ല, ആവശ്യമേ ഇല്ല, ഒരു തരത്തിലും ആവശ്യമില്ല. ഈ പ്രാരബ്ധ കർമ്മത്തെ ചിന്തിക്കുന്നു, അതിനനുസൃതമായിട്ട് നാം മുന്നോട്ട് പോകാനുള്ള ആ ത്വര, സംപ്രേര്യമാണസ്തു അവശരീരി എന്നാണ്. ആ പ്രേരണ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇതിവിടെ നാം വേറൊരു ആംഗിളിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാവാം മേ ബി കാരണം എന്ന് തോന്നുന്നു. ഈ ഹോളിസ്റ്റിക്കും അനലിറ്റിക്കലും ചേർന്നതാണ് ഇന്നത്തെ ജ്യോതിഷം. ഈ ഒരു അപ്രോച്ച് സ്വീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഭയങ്കര ക്രിട്ടിക്കലി ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. സോ അവരുടെ മുന്നിലേക്ക് നമ്മൾ ജ്യോതിഷം എന്ന് പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുന്ന ഒരു വേ ഓഫ് തിങ്കിങ് ഉണ്ട് ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് ലോജിക്കലി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടോ? ഒരുപാട്, തീർച്ചയായിട്ടും. ഒരു സബ്ജക്റ്റ് അറിഞ്ഞൂടാത്ത ഒരു സബ്ജക്റ്റിലേക്കാണല്ലോ നാം വിരൽ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ നോക്കിക്കാണുന്നത്. ഒരു പക്ഷേ നാം ആയുർവേദം പഠിച്ചിട്ടില്ല, പക്ഷെ ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയിട്ട് സാറേ എനിക്ക് ദശമൂലാരിഷ്ടം തരുമോ എന്ന് ചോദിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം നമ്മൾ MBBS ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ സാമാന്യേന ഒരു അറിവുണ്ട്, ഇത് ഇംഗ്ലീഷ് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കരുത്, അതിൻ്റെ സ്കോപ്പ് ലിമിറ്റേഷൻസ് നമുക്കറിയാം. അതുപോലെ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് നാം പാരസെറ്റമോൾ ചോദിക്കത്തില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. കാരണം ഇന്ന് നാം പഠിക്കുന്ന പാഠ്യപദ്ധതികളിലെല്ലാം തന്നെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഈ പറയുന്ന ജ്യോതിശാസ്ത്രമോ ന്യായം, വൈശേഷികം മുതലായ ഷഡ്ദർശനങ്ങളോ പാഠ്യപദ്ധതിയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് സമഗ്രമായി ജീവിതത്തെ വീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ദർശനങ്ങൾ, ഷഡ്ദർശനങ്ങൾ എന്ന് പറയും, അതൊന്നും നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇല്ലാത്തത് കൊണ്ട് നാം ഈ ഇംഗ്ലീഷെല്ലാം പഠിച്ച് ജോണി എസ് പാപ്പ എന്നൊക്കെ പഠിച്ച്, ഹംടി ഡംടി സാറ്റ് ഓൺ എ വാൾ എന്നൊക്കെ പഠിച്ച് നമ്മൾ എവിടെയും ഇല്ലാതെയായി. കാരണം ആ സംസ്കാരം അവരാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പഠിച്ച് അതിൽ എക്സ്പേർട്സ് ആയി മാറുകയും മുന്നോട്ട് പോവാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം പോകുന്നത്, കാരണം അച്ഛനമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, ഒരു ബേസിക് ആയിട്ടുള്ള അറിവുണ്ട്. അപ്പൊ മക്കൾ എങ്ങനെയെങ്കിലും നന്നാവണം. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട്, മനസ്സും മക്കളും നന്നായാൽ മതി എന്നുള്ള ചിന്തയാണല്ലോ. അപ്പം അങ്ങനെ ആ മക്കൾക്ക് വേണ്ടി അവർ
ജ്യോതിഷിയെ സമീപിക്കുന്നു. അപ്പോൾ മക്കളാണെങ്കിൽ ഇംഗ്ലീഷും ബാക്കിയുള്ള തോട്ട് പ്രോസസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ ആദ്യമേ തന്നെ ഈ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാവും, തീർച്ചയായിട്ടും വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ ആയ ഒരു ഘടകം, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ഘടകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇന്ന് 1 മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുവാനായി ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്കറിയാം MBBS 1 മിനിറ്റിൽ പഠിക്കാൻ പറ്റില്ല എന്നറിയാം. എൻജിനീയറിംഗ് 4 കൊല്ലം പഠിക്കണം എന്നറിയാം. MBA 2 കൊല്ലം പഠിക്കണം എന്നറിയാം. പക്ഷെ നമ്മുടെ ഈ ശാസ്ത്രത്തിൽ പോകുമ്പോൾ ഡയറക്റ്റായിട്ട് ഒരൊറ്റ ചോദ്യമാണ്, എനിക്കൊന്ന് കൃഷ്ണനെ കാണിച്ചു തരാമോ, ഇല്ലെങ്കിൽ രാമനെ കാണിച്ചു തരാമോ. സോ ഇവിടെ വരുമ്പം അവർക്കറിയത്തില്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ വളർന്ന സാഹചര്യം അങ്ങനെ, കാണുന്ന കേൾക്കുന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു അപ്രോച്ച് ഉണ്ട്. ഇവിടെയും 12 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം പഠിപ്പുണ്ട്. അപ്പം ഈ സബ്ജക്റ്റിനെ 1 മിനിറ്റിൽ ഗ്രഹിക്കുവാനായി മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. അവിടെ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് അതിന് പ്രസൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. ഇതിലേക്ക് ഒരു എക്സാമ്പിൾ ഉദാഹരണം പറയാം, നല്ലവണ്ണം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. എല്ലായ്പ്പോഴും പറയുന്നതാണ്. ഒന്ന്, നാം ചെറുപ്പത്തിൽ പഠിക്കുകയാണ്, E=mc². എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണാതെയാണ് പഠിച്ചത്. അത് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു അറിയില്ല. ആർക്കെങ്കിലും ഒരാൾക്ക്, മേ ബി ഹൈലി ഇൻ്റലക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഡിറൈവ് ചെയ്ത് മനസ്സിലായി കാണാം. പൊതുവെ സമൂഹത്തിൽ നമ്മളെല്ലാം പഠിച്ചു വരുന്നു. ടീച്ചർ പഠിപ്പിച്ചത് ശരിയാണെന്ന് വിശ്വസിച്ചാണ് ആ പ്രിൻസിപ്പിളിനെ പഠിച്ചത്, ഇന്നും ഗ്രഹിച്ചിട്ടുള്ളതും. ഇന്നും എനിക്കറിയില്ല അതിന് ഡിറൈവ് ചെയ്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഒരു 5 കൊല്ലം കഴിഞ്ഞ ശേഷം BSc ഫിസിക്സ് ഇല്ലെങ്കിൽ എൻജിനീയറിംഗ് ഒക്കെ എത്തുമ്പോൾ നാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണെന്നും ഇതിങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നും മനസ്സിലാക്കി ആ വിശ്വാസത്തെ അറിവാക്കി മാറ്റി. അപ്പോൾ വിശ്വാസത്തിനും അറിവിനും ഇടയ്ക്ക് ഒരു സമയമുണ്ട്. അഭ്യൂഹം എന്നാണ് അതിന് പറയുന്നത്. ഇത് എല്ലാ സബ്ജക്റ്റിലുമുണ്ട്. വിശ്വാസത്തിനും അറിവിനും ഇടയ്ക്ക് ഒരു അഭ്യൂഹമുണ്ട്. ഈ ഒറ്റ തോട്ട് പ്രോസസ്സ് മതി നമ്മൾ സമാധാനമായിട്ടിരുന്ന ഒരു കാര്യത്തെ മനസ്സിലാക്കിയ ശേഷം അത് ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഈ ശാസ്ത്രത്തെ അപ്രോച്ച് ചെയ്യുമ്പം, എനിക്ക് ആദ്യം PhD കിട്ടിയിട്ട് ഞാൻ എന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ ABCD പിന്നീട് പഠിക്കാം, ആദ്യം PhD സർട്ടിഫിക്കറ്റ് തരൂ എന്നാണ് അപ്രോച്ച്. അതായത് അതർ വേ അറൗണ്ട്, അതായത് തിരിച്ച്, അതായത് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ശേഷം ഞാൻ നാമജപം ജപിക്കാം എന്നുള്ളതാണ്. നാമജപം ജപിച്ചാലേ എൻലൈറ്റ്മെൻ്റ് ഉള്ളൂ. അപ്പം ഈ ഒരു തോട്ട് പ്രോസസ്സ് എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും അവർക്കറിയാമെങ്കിലും ഇവിടെ വരുമ്പം സമയമില്ല.